മഴക്കാലത്ത് ദുരിതം പേറി പൊന്നാനിയിലെ 66 നഗറിലെ 20ഓളം കുടുംബങ്ങൾ 30 വർഷമായി തുടരുന്ന പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. മഴക്കാലത്ത് ദുരിതം പേറി പൊന്നാനി 66 നഗറിലെ 20ഓളം കുടുംബങ്ങൾ. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതെ കെട്ടിനിൽക്കുന്നതും കടൽവെള്ളം കനാലിലൂടെ ഇരച്ചെത്തുന്നതും മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കുടുംബങ്ങൾ. മഴക്കാലമായാൽ ഈ കുടുംബങ്ങൾ മുട്ടറ്റം വെള്ളത്തിലൂടെയാണ് പുറത്തേക്കിറങ്ങുന്നത്. വഴിയിൽ മുട്ടോളം വെള്ളം നിറയുമ്പോൾ മലിനജലം താണ്ടിയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചൊറി മുതലായ അസുഖങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മഴ പെയ്താൽ ഈ വഴിയുള്ള യാത്ര അപകടാവസ്ഥയിലാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ വഴിയും വെള്ളക്കെട്ടും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിട്ടുമാറാത്ത ചൊറി വരുന്ന അവസ്ഥയാണ്. നഗരസഭ അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളം ഒഴുക്കിവിടാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുവരെ വെള്ളം പോയിട്ട് ഇതാക്കലായി, ഇനി മഴ പെയ്തതിൽ ഇനിയും കൂടും. ഇവിടെ ചളിയാണ്, രാത്രി കിടക്കാൻ പറ്റില്ല, അതൊക്കെ വട്ടാണ്. ഇതിന്ന് നടാടെ വരുന്നതല്ല, കൊല്ലം ഇവിടെ വെള്ളം ഇതുവരെ ഉണ്ടാവും. കുട്ടികളൊക്കെ വീഴുകയാണ് ഇതില്ല. സ്കൂളിൽ പോണ കുട്ടികൾ ഇവിടെ ഒക്കെ കുട്ടികളുണ്ട്. സ്കൂളിൽ പോണത് ആ കുട്ടികൾ ഇതിൽ നടന്നേ വീണ് മറ്റ് കൃമികളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പെറ്റുവരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ദുരിതം അകറ്റുന്ന രീതിയിലേക്ക് ഭരണസമിതിയും അതുപോലെ തന്നെ സംസ്ഥാന ഭരണസമിതിയും നമ്മുടെ മുനിസിപ്പൽ ഭരണസമിതിയും തീരുമാനമെടുത്ത് അത് അടുത്ത വർഷം, ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കെങ്കിലും ഇവർക്ക് ദുരിതമില്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും ഈ വൈക്ക് തിരിഞ്ഞു വെക്കില്ല. എന്നിട്ട് കുറച്ച് വെള്ളം അടിക്കുന്ന ആ വെള്ളം അടിക്കാൻ 40 പ്രാവശ്യം വിളിച്ചാലും ഓസ് കിട്ടിയിട്ടില്ല, മോട്ടർ കിട്ടിയിട്ടില്ല, ആൾ വന്നിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങളെ വർത്താനം. ഇനി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതല്ലാതെ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.